ഹായ്, ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിരവധി ഒഴിവുകളുമായി കേരള PSC ഡിസംബർ 16 പുതിയ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഈ ഗസറ്റിലെ കാറ്റഗറി നമ്പർ 471/2024 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എന്ന പോസ്റ്റിനെ പറ്റി വിശദമായി നമുക്ക് നോക്കാം. കാറ്റഗറി നമ്പർ 471/2024 ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എന്ന പോസ്റ്റിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. പുരുഷന്മാർക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 27,900 രൂപ മുതൽ 63,700 രൂപ വരെ ആയിരിക്കും. കൃത്യമായ വേക്കൻസി നമ്പറുകൾ കൊടുത്തിട്ടില്ല. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. അതായത് 2/1/1998 1/1/2006 ഇടയിൽ ജനിച്ചവർക്കായിരിക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. OBC, SC/ST, PWD കാറ്റഗറിയിലുള്ളവർക്ക് PSC നിർദ്ദേശിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് +2 തലത്തിലുള്ള വിജയമാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. ഫിസിക്കൽ ക്വാളിഫിക്കേഷനായിട്ട് ജനറൽ കാൻഡിഡേറ്റ്സിന് 165 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 50 കിലോഗ്രാം വെയിറ്റ്, 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ എന്നിവയാണ് വരുന്നത്. SC/ST കാൻഡിഡേറ്റ്സിന് 160 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 48 കിലോഗ്രാം വെയിറ്റ്, 76 സെൻറ്റിമീറ്റർ ചെസ്റ്റ്, 5 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഷൻ എന്നിവയാണ് വരുന്നത്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് സ്വിമ്മിംഗ് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതിലേക്ക് ഒരു സ്വിമ്മിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. 2 മിനിറ്റിനുള്ളിൽ 50 മീറ്റർ സ്വിമ്മിംഗ് ട്രയൽ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ 2 മിനിറ്റ് സ്വിമ്മിംഗ് പൂളിൽ ഫ്ലോട്ടിംഗ് ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള വിഷ്വൽ സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. 8 ഐറ്റംസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 5 എണ്ണമെങ്കിലും പാസ്സായിരിക്കണം. 14 സെക്കൻഡിൽ 100 മീറ്റർ ഓട്ടം, ഹൈ ജമ്പ് 132.2 സെൻറ്റിമീറ്റർ, ലോങ് ജമ്പ് 457.2 സെൻറ്റിമീറ്റർ, 7,264 ഗ്രാമിൻ്റെ ഷോട്ട് പുട്ട് 609.6 സെൻറ്റിമീറ്റർ, ത്രോയിങ് ക്രിക്കറ്റ് ബോൾ 6,096 സെൻറ്റിമീറ്റർ, റോപ്പ് ക്ലൈംബിംഗ് ഓൺലി വിത്ത് ഹാൻഡ്സ് 365.8 സെൻറ്റിമീറ്റർ, പുള്ളപ്പ് 8 തവണ, 1,500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡ് എന്നിവയാണ് 8 ഐറ്റംസ്. ഇതിൽ ഏതെങ്കിലും 5 എണ്ണം പാസ്സായവർ മാത്രമേ ഈ പോസ്റ്റിലേക്ക് ക്വാളിഫൈ ആവുകയുള്ളൂ. തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് 6 മാസത്തെ ട്രെയിനിങ് പീരീഡും 2 വർഷത്തെ പ്രൊബേഷൻ പീരീഡും ഉണ്ടായിരിക്കുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് 7 വർഷത്തെ ബോണ്ട് പീരീഡും ഉണ്ടായിരിക്കുന്നതാണ്. കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഈ പോസ്റ്റിലേക്കുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ജനുവരി 15, 2025 പബ്ലിഷ് ചെയ്യുമെന്നാണ് നിലവിൽ നോട്ടിഫിക്കേഷനിൽ അറിയിച്ചിട്ടുള്ളത്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 2025 ജനുവരി 15 ആണ്. +2 യോഗ്യത ഉള്ളവർക്ക് കേരള ഗവൺമെൻറ്റിന് കീഴിൽ കേരള ഫയർ ആൻഡ് സർവീസിൽ ജോലി ചെയ്യുവാൻ മികച്ചൊരവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ. യോഗ്യതയുള്ള എല്ലാവരും തന്നെ PSCയുടെ വെബ്സൈറ്റ് വഴി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കേരള PSC വഴിയുള്ള പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ വരുന്നില്ല. യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്ക് കുറവായിരിക്കാനാണ് സാധ്യത. കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. തുടർന്നും ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായി നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.